നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് നമ്മളെ റിസൾട്ടിനോട് അനുബന്ധിച്ച് ഏത് ലെവലിൽ പോയി എന്നുള്ള കാര്യം നമ്മൾ വിറ്റ്നസ് ചെയ്തല്ലേ. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നിഫ്റ്റി FMCG ഇൻഡെക്സ് ആണ്. നിങ്ങൾ കോവിഡ് ടൈമിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോവിഡ് ടൈമിൽ എല്ലാ ഇൻഡസ്ട്രിയും ശരിക്ക് ഭയങ്കരമായിട്ട് ഒരു തകർച്ച നേരിട്ട സമയത്ത് ഏറ്റവും ത്രൈവ് ചെയ്ത 2-3 ഇൻഡസ്ട്രിയാണ് FMCGയും ഫാമയും IT. അതുകൊണ്ടാണ് FMCGയും ഫാമയും ITയും ഡിഫെൻസീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാര്യം തകർച്ച നേരിടുമ്പോൾ ട്രേഡേഴ്സ് സാധാരണ ഈ 3 ഇൻഡസ്ട്രിയിലാണ് സാധാരണ അഭയം പ്രാപിക്കാറുള്ളത്. കാര്യം ഇൻഡസ്ട്രികളുടെ പ്രത്യേകത കൊണ്ടാണ്. FMCG എന്ന് പറയുന്നത് എന്നും അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സാണ്, അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. ഫാമ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ്, അതിനും പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. IT എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള സെക്ടറായിരുന്നു. കോവിഡ് കഴിഞ്ഞിട്ടാണ് IT താഴെ പോകാനുള്ള കാരണം. അപ്പോൾ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ FMCG ഇൻഡെക്സ് ആണിത്. ഇന്ന് ഈ ഇൻഡെക്സിൽ വന്ന വ്യത്യാസം കണ്ടോ? ഒരു ബ്യൂട്ടിഫുൾ ഹാമർ കവറാണ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. നോക്കൂ, 54,633 രൂപ 80 പൈസ ഓപ്പൺ ചെയ്തിട്ട് ഇത് 53,057 വരെ താഴെ പോയതിന് ശേഷം ഒരൊറ്റ കയറ്റം കയറ്റി എങ്ങോട്ടാ? 54,633 ശരിക്ക് 55,446 സംതിങ് അറൗണ്ട് 800 പോയിൻ്റാണ് ഇന്ന് FMCG കയറിയത്. എന്നിട്ട് 55,172 ക്ലോസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോൾ മാർക്കറ്റിൽ ഹൈ വോളറ്റിലിറ്റി, ഹൈ എന്താ പറയേണ്ടത്, ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നു, അപ്പോഴൊക്കെ സാധാരണ ആൾക്കാർ ഡിഫെൻസീവ് സെക്ടറിലേക്കാണ് അഭയം പ്രാപിക്കാറുള്ളത്. ശരിക്കും ക്ലാസും മാസും ആയിട്ടുള്ള FMCG സ്റ്റോക്കുകളൊക്കെ നിങ്ങളിന്ന് എടുത്ത് നോക്കുക, എല്ലാം ഒന്ന് സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. വളരെ ലാഗ് ചെയ്ത് താഴെ കിടക്കുന്ന സ്റ്റോക്കുകൾ ശരിക്കും നിഫ്റ്റിയുമായിട്ട് അണ്ടർ പെർഫോം ചെയ്ത് കിടക്കുന്ന, പക്ഷേ ക്ലാസും മാസുമായിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ എടുത്ത് നോക്കി FMCG എല്ലാം ഇന്ന് ഔട്ട് പെർഫോം ചെയ്ത ഒരു കാഴ്ചയാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാണ്ടിരിക്കുക. അതിന് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ എല്ലാം ടോപ്പ് ലെവൽ സ്റ്റോക്കുകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ സ്റ്റോക്കുകൾക്കെല്ലാം P&L അക്കൗണ്ടിൽ ആനുവൽ ലെവലിൽ അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വാസ് ഫാർ ബെറ്റർ ദാൻ ലാസ്റ്റ് ഇയർ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ സാധാരണ ഞാനിത് റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല. മാർക്കറ്റ് ഹൈ വോളറ്റൈൽ ആകുമ്പം സാധാരണ മാർക്കറ്റിൽ എന്താ പറയണ്ടേ, വല്ലാത്ത ഇൻസ്റ്റെബിലിറ്റി വരുമ്പോൾ സാധാരണ ആൾക്കാർ ട്രേഡേഴ്സ് അഭയം പ്രാപിക്കുന്ന 3 സെക്ടറാണ്, ബേസിക്കലി 4 സെക്ടർ എന്ന് കൂടെ പറയാം. FMCG, അതുപോലെ തന്നെ IT, അതുപോലെ തന്നെ ഫാമ, അതുപോലെ തന്നെ കൺസംഷൻ. ഇന്ന് ശരിക്ക് FMCG ടോപ്പ് ഗ്രീനിലാണ് വന്നെങ്കിൽ ബാക്കിയുള്ള 3 സെക്ടറും സ്ലൈറ്റ് റെഡിലാണ് വന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ അധികം താഴെ പോകാതിരുന്ന 3 സെക്ടറാണ് ബാക്കിയുള്ള 3 സെക്ടർ. എന്തുകൊണ്ടാണ് അതിനുള്ള കാരണം? IT-യിൽ ആൾക്കാരെന്താ ഇന്നത്തെ കണക്ക് ഇന്ന് FMCG-യിൽ വന്ന IT-ലേക്ക് ആൾക്കാർ അഭയം പ്രാപിക്കായിരുന്നു എന്ന് വെച്ചാൽ IT-യിൽ പൊതുവേ അക്രോസ് വേൾഡ് അവർക്ക് ഓർഡേഴ്സ് വളരെ കുറവാണ് ശരിക്കും. സോ ഓർഡേഴ്സ് പറഞ്ഞെങ്കിൽ US-ലെ ബാങ്ക്സിൽ നിന്ന് വെച്ചാൽ വലിയ പ്രോജക്ട്സിനുള്ള ഓർഡർ അവർക്ക് കിട്ടണം. വലിയ പ്രോജക്ട്സ് ഓർഡർ കിട്ടണമെങ്കിൽ US-ലെ ഇൻട്രസ്റ്റ് ഒന്ന് കുറയണം. ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ മാത്രമേ മണി ഫ്ലോ മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് വരത്തുള്ളൂ. അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ബാങ്കുകൾക്ക് ഹ്യൂജ് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഓർഡർ അങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് പൊതുവെ ആൾക്കാർ IT-യുമായിട്ട് നോക്കുമ്പോൾ FMCG-ആണ് കുറച്ചുകൂടെ എന്താ പറയണ്ടേ ഇന്നലത്തെ മാർക്കറ്റ് ചേർന്നത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് FMCG ഇതിലെടുക്കാൻ കാരണം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഫാമയിലേക്ക് ആൾക്കാർ കയറില്ല? ഫാമയിലേക്ക് ചേക്കാറായിരുന്ന കാര്യം ബേസിക്കലി എന്താ പറയേണ്ടത്, ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ, റെഡ് സീ ഇഷ്യൂ ഇതുവരെ സെറ്റിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാമ കമ്പനീസ് എങ്ങനെയാണ് റെഡ് സീ ഇഷ്യൂവിൽ അവരുടെ ലോജിസ്റ്റിക് എക്സ്പെൻസസിനെ മാനേജ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പൊതുവെ ഫാമയിലേക്ക് അധികം ആൾക്കാർ ചേക്കാറാകുന്നത്. എന്തുവാണ് അതിൻ്റെ കൺസെപ്ഷനിലേക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയില്ല എങ്ങനെയാണിത് ഈ 4 സെക്ടറും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കറിയില്ല. ഞാൻ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ബേസിലുള്ള ഒരു 1 ലൈൻ ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. നെവർ ടേക്ക് ദിസ് ആസ് എ റെക്കമെൻഡേഷൻ. ഞാൻ ജസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇന്നലത്തെ മാർക്കറ്റിലെ ഹ്യൂജായിട്ട് റിച്ച് വാല്യുവേഷനിലേക്ക് കിടക്കുന്ന എല്ലാ സെക്ടറും താഴെ പോയി. അവിടെയാണ് വാല്യുവേഷൻ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. വാല്യുവേഷൻ മാറ്റേഴ്സ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാണും പല സ്റ്റോക്കുകളും എന്താ പറയണ്ടേ ഹ്യൂജായിട്ട് എന്ന് വെച്ചാൽ ചിന്തിക്കാൻ സാധിക്കാത്ത വാല്യുവേഷൻ കിടക്കുന്ന സ്റ്റോക്കുകളും സെക്ടറുകളും വീണ്ടും കയറിപ്പോകുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു കാണും ഈ അടുത്ത കാലത്തായിട്ട്. ഇതൊക്കെ പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ഫ്ലക്ച്വേഷൻ വരാൻ നേരത്ത് ഈ സെക്ടറുകൾക്കൊക്കെ എന്താ പറയണ്ടേ ആ ഫ്ലക്ച്വേഷൻ്റെ ബേസിൽ മുകളിലേക്ക് പോകാൻ സാധിക്കും, അതിനേക്കാൾ സ്പീഡ് താഴേക്ക് പോകാൻ സാധിക്കും. അതാണ് ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ കണ്ട പല സെക്ടേഴ്സ്, ഹ്യൂജ് ഡിമാൻഡിങ് ആയിട്ടുള്ള പല സെക്ടേഴ്സ്, എക്സ്ട്രീംലി റിച്ച് വാല്യൂസ് കിടക്കുന്ന പല സെക്ടേഴ്സ് ശരിക്കും ഹ്യൂജായിട്ട് മാർക്കറ്റ് താഴെ പോകാനുള്ള ആ സെക്ടേഴ്സ് താഴെ പോകാനുള്ള വലിയൊരു കാരണം. ഞാൻ വേണമെങ്കിൽ സെക്ടേഴ്സ് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ സെക്ടേഴ്സ് എല്ലാം നോക്കിയുള്ളൂ. ഇതാ നോക്കും, FMCG നോക്ക് 0.95% ആണ് ഇന്നലെ കയറിയത്, 518 പോയിന്റ് കയറി. തൊട്ട് താഴെ IT, അധികം IT-യിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു
ഒരു എന്താ പറയുക ഡൗൺഫാൾ വന്നില്ല. -194 പോയിന്റ് മാത്രമേ കയറി താഴെ പോയുള്ളൂ. ഫാമ തൊട്ട് താഴെ കിടക്കുന്നു. -261 പോയിന്റ് മാത്രമേ താഴെ പോയുള്ളൂ. നോക്ക് ക്യാൻഡിൽ നോക്ക്, ഹ്യൂജ് ശരിക്കും താഴെ ഹ്യൂജ് ഒരു ലോവർ വിക്ക് എന്ന് പറയുന്നത് ബൈങ്ങിനെയാണ് കാണിച്ചിരിക്കുന്നത് ഇന്നലത്തെ കേസിൽ. ആൻഡ് സീ ദി കൺസെപ്ഷൻ ആ പാട് 190 പോയിന്റ് താഴെപ്പുള്ളൂ. കൺസെപ്ഷൻ സെയിങ് ആണ്, ഹ്യൂജ് എന്താ പറയേണ്ടത്, ഹ്യൂജ് ബയർ പ്രസൻസിനെയാണ് ലോവർ ക്യാൻഡിൽ കാണിക്കുന്നത്. അതേസമയം നിങ്ങൾ നോക്കിയോ PSE പോയിരിക്കുന്ന പൊക്കമുണ്ടോ, 16.38% ആണ് താഴെ പോയത്. ബാങ്ക്സ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക എന്ത് സംഭവം നടന്നാലും ആദ്യം ബാങ്കിനാണ് പ്ലസോ മൈനസോ സംഭവിക്കുന്നത്. കാരണം ലിവറേജ്ഡ് ഇൻഡസ്ട്രിയാണ്, കടത്ത് നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ്. എനർജിയാണ് ഏറ്റവും ത്രൈവ് ചെയ്ത് പോയൊരു ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഹ്യൂജ് റിച്ച് വാല്യൂഷൻ പോയ ഇൻഡസ്ട്രിയാണ് എനർജി തകർന്നത് 5357 പോയിന്റ് തകർന്നത്. നോക്ക് ചേഞ്ച് നോക്ക്. ആൻഡ് 12.47%. മെറ്റൽ -10.63%. കമ്മോഡിറ്റി -10.61%. ഇൻഫ്ര ഇതെല്ലാം ഈ അടുത്ത കാലത്ത് റിച്ച് വാല്യുവേഷൻ കൊണ്ട് ഹ്യൂജ് വാല്യുവേഷനെ കൊണ്ട് പിടിച്ചേ കിട്ടാത്ത ലെവലിൽ പോയ ഒരു സെക്ടേഴ്സാണ് ശരിക്കും. റിയൽറ്റി നോക്കുക -9.62. സ്മാൾ ക്യാപ്പ് പോയി പോക്ക് നോക്കുക -8.23. കഴിഞ്ഞ ഒരു കൊല്ലം 2 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്ത ഒരു സെക്ടറാണ് സ്മാൾ ക്യാപ്പ് എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റി പോയിരിക്കുന്ന പറയേണ്ട കാര്യമില്ല 8%. മിഡ് ക്യാപ്പ് -7.88% ആണ് മിഡ് ക്യാപ്പ് താഴെ പോയിരിക്കുന്നത്. സോ നമ്മൾ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും ഹ്യൂജ് വാല്യുവേഷനുള്ള സ്റ്റോക്കുകളൊക്കെ അല്ലെ സെക്ടറുകളൊക്കെ കറക്റ്റ് ചെയ്തത്. സോ നമ്മൾ ഏത് മാർക്കറ്റ് നമ്മൾ നിൽക്കുവാണെങ്കിലും ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രേഡ്സിനെ നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ ഒരു പരിധിവരെ സാധിക്കും.